അതെ, ഇന്ന് ഞാൻ വാൻഡ സീഡ്ലിങ്സൊക്കെ പോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. കാരണം കുറച്ച് പേര് നമ്മുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വാൻഡ സീഡ്ലിങ്സ് പോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം ഞാൻ എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മളിതിൽ കുറച്ച് ഓഫറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, ഞാൻ ഉറപ്പായിട്ട് പറയുന്നില്ല. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ ഡെൻഡ്രോബിയം മെച്ചോ പ്ലാന്റ്സിൻ്റെ സൈസുകളാണ് കാണിക്കുന്നത്. കാരണം ഇപ്പോൾ ഒക്കെ ബ്ലൂം വാങ്ങുന്നവരൊക്കെ വാങ്ങിക്കോളൂ കേട്ടോ. കാരണം ഒക്കെ ബ്ലൂം ചെയ്യേണ്ട ഒരു സ്റ്റേജാണ്. എല്ലാതൊക്കെ ബഡ് വന്ന് തുടങ്ങി. നമ്മളത് ഫ്ലവർ വന്ന് ചിലപ്പോൾ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ അതൊക്കെ സെയിലായി പോകുന്നുണ്ട്. അപ്പോൾ ഡെൻഡ്രോബിയ ആണെങ്കിലും തന്നെ, ഓർക്കിഡ് ആണെങ്കിലും, ഏത് പ്ലാന്റ് ആണെങ്കിലും ഇപ്പോൾ ഈ ഒരു സമയം പറഞ്ഞാൽ ബഡ് വന്ന് ഫ്ലവറൊക്കെ ആവേണ്ട ഒരു സ്റ്റേജാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. എല്ലാം നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ ഡെൻഡ്രോബിയം മെച്ചൂർ പ്ലാന്റ് മാത്രമല്ല, നമ്മുടെ വാൻഡ്യ അവൈലബിൾ ആണ്. അതായത് സീഡ്ലിങ്സ് അല്ല, വലിയ പ്ലാന്റ്, അതൊക്കെ ഇപ്പോൾ ബ്ലൂംസ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. പിന്നെ നമ്മുടെ മൊക്കാറ, അതുപോലെ തന്നെ ടെറേറ്റി വാൻഡൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് നിങ്ങൾ 25 കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വേഗം ഒന്ന് മെസ്സേജ് അയയ്ക്കുക. വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് വാങ്ങാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും വേഗം ഒന്ന് അറിയിക്കുക. ടെറൈറ്റി വാൻഡ ആണെങ്കിലും മൊക്കാറയുണ്ട്, കുറച്ച് ഒരു 6-7 കളർ മൊക്കാറുണ്ട്. ടെറൈറ്റി വാൻഡയുടെ കളർ വന്നിട്ട് ഒരു 50 കളറുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് അറിയിക്കുക കേട്ടോ. ഞാനപ്പോൾ ഇവിടെ വാൻഡ സീഡ്ലിങ്സ് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പോട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 ഇഞ്ചിൻ്റെ പോട്ടാണിത്. ഈ ഒരു പോട്ടാണ് 2 ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് സാധാരണ വാൻഡൊക്കെ പോട്ട് ചെയ്യുക, ചതുരത്തിലുള്ള പോട്ടിലാണല്ലോ സാധാരണ നമ്മൾ വാൻഡൊക്കെ പോട്ട് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പോട്ട് എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല. വാൻഡ നമുക്ക് എങ്ങനെ വാങ്ങിച്ചാലും നമുക്ക് പ്ലാന്റ് പോട്ട് ചെയ്യാം, ഏത് പോട്ടിലും. അതിന് നമുക്ക് എന്താണോ കംഫർട്ടായിട്ട് തോന്നുന്നത് വെച്ചാൽ അത് എങ്ങനെ വാങ്ങിച്ചാലും ചെയ്യാം. നിങ്ങൾക്ക് ബാസ്ക്കറ്റ്, നമ്മൾ സാധാരണ വാൻഡ പോട്ട് ചെയ്യണ ഒരു ചതുരത്തിലുള്ളൊരു പോട്ടുണ്ട്, അതിലാണോ നിങ്ങൾക്ക് പോട്ട് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയും പോട്ട് ചെയ്യാം. പക്ഷേ എനിക്ക് ഒന്നും കൂടി ബെറ്റർ ആയിട്ട്, കാരണം നമ്മൾ സീഡ്ലിങ്സ് അല്ലേ, കുഞ്ഞ് സീഡ്ലിങ്സ് അല്ലേ നമ്മൾ പോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പോട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളത് അത്യാവശ്യം വലുതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്ന് റീപോട്ട് ചെയ്തിട്ട് നമ്മൾ മൊക്കാറൊക്കെ പോട്ട് ചെയ്യണ പോലെ. ഇപ്പോൾ അതിന് ആവശ്യമില്ല. ഇത് വലുതാവുമ്പോൾ, അത്യാവശ്യം വലുപ്പം വരുമ്പോൾ, അത് വലുതാവുന്നതിനനുസരിച്ചിട്ട് നമുക്കിതൊന്ന് റീപോട്ട് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് മൊക്കാറൊക്കെ പോട്ട് ചെയ്യണ പോലെ നിങ്ങൾക്ക് വാൻഡ പോട്ട് ചെയ്യാവുന്നതാണ്. കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് വാൻഡയ്ക്ക് ഒന്നും കൂടി ഗ്രോത്ത് ഉണ്ടാകുന്നതും, അതുപോലെ തന്നെ പ്ലാന്റ് പെട്ടെന്ന് തന്നെ വളർച്ച കാണിക്കാനും അതുപോലെ തന്നെ ഫ്ലവർ ചെയ്യാനൊക്കെ ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ വാൻഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൂക്കിയിടുമ്പോൾ അതിൽ വേരിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് വെള്ളം നനച്ച് കൊടുക്കുകയൊക്കെയല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ വളം അടിക്കുമ്പോഴാണെങ്കിലും വെള്ളം നനച്ച് കൊടുക്കുമ്പോഴാണെങ്കിലും അതങ്ങനെ ഒഴുകി പോവുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ പോട്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വാൻഡ പോട്ട് ചെയ്യുകയാണെങ്കിൽ മൊക്കാറ പോട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ മീഡിയമായിട്ട് കരി യൂസ് ചെയ്യുക. കരിയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് വരുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയൊന്ന് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് നമുക്ക് കരി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കരി ഇല്ല, കരി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചാക്കാണ് ഒന്നാകെ എടുക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ കരി കഴിഞ്ഞു. കുറേ പേര്, കാരണം നമ്മൾ സെയിൽ ചെയ്യാൻ കരി അങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കാറില്ല. പക്ഷേ ആൾക്കാർ ചോദിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നോ പറയാൻ പറ്റുക. അത് കാരണം കൊണ്ട് ഞങ്ങളത് സെയിൽ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കരി കഴിഞ്ഞ ഒരവസ്ഥയിൽ. അപ്പോൾ ഇനി ബാലൻസ് ആകെ കുറച്ച് കരിയുള്ളൂ. അപ്പോൾ ഈ ഒരു കരി വെച്ച്, പക്ഷേ ഇത് മതി നമുക്ക്. സീഡ്ലിങ്സ് അല്ലേ, കുഞ്ഞ് സീഡ്ലിങ്സ് അല്ലേ, ഇത്ര പോകുന്ന സീഡ്ലിങ്സ് പോട്ട് ചെയ്യാനൊക്കെ ഇത്രയും മതി കേട്ടോ. പിന്നെ ഇതിൽ ഉണങ്ങിയ വേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. പച്ച വേരാണെങ്കിൽ, ഇപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഉണങ്ങിയ പോലെ തോന്നും, പക്ഷേ ഇത് പച്ച വേരാണ് കേട്ടോ. അപ്പോൾ പുതിയ വേര് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണങ്ങിയ വേരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം പോട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്ര ലെങ്ത്തൊക്കെ ഉള്ള വേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കത് എടുത്ത് കറക്റ്റ് ഫിറ്റാക്കി വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ഇതിന് കുറച്ച് ലെങ്ത്തുള്ള 2 വേരുണ്ട്. ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുമ്പോൾ എന്താ ഗുണം വെച്ചാൽ നമുക്കത് കറക്റ്റായിട്ട് അതിൽ കിടക്കും. പിന്നെ വേര് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചുരുട്ടി വെക്കണമെങ്കിൽ വെക്കാം, അങ്ങനെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. അപ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് കരി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ വന്ന് നോക്കുമ്പോൾ എന്നും ഒന്ന് ഓർക്കിഡ് നനച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഡെയിലി നനയ്ക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ഒരു കാറ്റുകാലമായ കാരണം കൊണ്ട് വെള്ളം എത്ര നനച്ച് കൊടുത്താലും അത് ഡ്രൈ ആയിട്ട് പോകാനാണ് ചാൻസ്. ഇപ്പോൾ ഇതാ കറക്റ്റായിട്ട് നിന്നിട്ടുണ്ട് നമ്മുടെ സീഡ്ലിങ്സ്, കണ്ടില്ലേ. ഇനി ഇതുപോലെ വെക്കുക. പിന്നെ ഇപ്പോൾ ഇനി വേണ്ടാന്നല്ല, ഏത് ഓർക്കിഡ് പോട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് വേര് വന്നോ അല്ലെങ്കിൽ അത് എന്നൊരു സാധനം മാറ്റി വെക്കുക, അതെടുത്തൊന്ന് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക കേട്ടോ. കാരണം അതൊന്ന് വേര് പിടിച്ച് വെന്തണമെങ്കിൽ അത്യാവശ്യം ടൈം പിടിക്കും. അപ്പോൾ അത്യാവശ്യം ടൈം പിടിക്കും. അതുകൊണ്ടാണ് നമ്മളത് എടുത്ത് നോക്കരുത്. പുതിയ വേര് വന്നിട്ടുണ്ടോ എന്ന് നോക്കരുത്. അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അതെടുക്കാനോ അത് നോക്കാനോ ഒന്നിനും നിൽക്കേണ്ട. നിങ്ങൾക്ക് ഡെയിലി നനച്ച് കൊടുക്കുക, വളം അടിച്ചു കൊടുക്കുക, അതൊക്കെ ചെയ്ത് കൊടുക്കുക. പക്ഷേ കഴിയുന്നതും അത് അതായത് ഇത് ഇളകാതെ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളൊന്ന് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ചെയ്താൽ മതി, ഇത്ര മതി ഇതിലേക്ക്. കാരണം ഈ ഒരു ഇതിൽ തന്നെ അത്യാവശ്യം കിട്ടും. ഇത് ഫില്ലാക്കണം എന്നൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ ടെറൈറ്റിയുടെ സീഡ്ലിംഗ് ആണ് കേട്ടോ പോട്ട് ചെയ്യാനുള്ളത്. ആദ്യം അടിയിൽ കുറച്ച് കരി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു നീളമുള്ള വേര് ഇതിൻ്റെ ഉള്ളിലോട്ട് നീക്കി വെച്ച് ഇതുപോലെ പുറത്തേക്ക് വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള കരിയും കൂടി ആഡ് ചെയ്യാം. ഇത്ര മതി. ഇത് ഫില്ലാക്കണം എന്നില്ല, ഇത് നിറച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. കാരണം വേര് വരുന്നത് എപ്പോഴും ചെടിയുടെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്നായിരിക്കും ഓർക്കിഡിൻ്റെയൊക്കെ വേര് വരാറുള്ളത്. അപ്പോൾ കഴിയുന്നതും അത് കവർ ചെയ്യാതെ ശ്രദ്ധിക്കുക. അത് കവർ ചെയ്യരുത്, അതിൽ നിന്നാണ് വേര് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓർക്കിഡിന് ഒരു കംപ്ലൈൻറ്റും വരില്ല. അപ്പോൾ നമ്മളത് നിർത്തിയിട്ടുണ്ട്. ഒരു ഇളകുന്നുണ്ടോ എന്ന് നോക്കുക. ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ആവുന്നുണ്ടോ നോക്കിയതിന് ശേഷം ഒന്നും കൂടി അതെങ്ങനെയെങ്കിലും ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അത് ഇളകുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ഇരുന്നു. ഇത് നമുക്ക് അത്യാവശ്യം ഒന്ന് വലിപ്പം വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇത് വീണ്ടും ഒന്ന് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്, ഒന്ന് ഹൈറ്റ് വെച്ച്. കാരണം ഇത് അത്യാവശ്യം ഏകദേശം ഒരു 5-6 മാസത്തിന് മേലെ, ഒരു കൊല്ലത്തോളം നമുക്കിതിൽ നിർത്താം. ഏകദേശം 6 മാസമല്ല, ഒരു കൊല്ലത്തോളം നമുക്കിതിൽ നിർത്താം. പിന്നെ ഓരോ ഇതിൻ്റെയും ചെടിയുടെയും ഗ്രോത്തിനനുസരിച്ചിട്ടായിരിക്കും എല്ലാം ഇതും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഞാൻ പോട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം നമ്മുടെ അടുത്ത് സീഡ്ലിങ്സ് ഒരുപാട് പേര്, കൂടുതലും കേരളത്തിൻ്റെ പുറത്തേക്കാണ് സീഡ്ലിങ്സ്, എൻ്റെ ആണെങ്കിലും മൊക്കാരുടെ ആണെങ്കിലും സീഡ്ലിങ്സ് പോയിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയൊന്ന് പോട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഇനി സീഡ്ലിങ്സ് വാങ്ങാൻ ഉദ്ദേശിച്ചവരോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വാങ്ങിയവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പോട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ഇതായിരിക്കും ഒന്നും കൂടി ബെറ്ററായിട്ട് വരിക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും ഇതങ്ങനെയായിരിക്കും കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചകിരിയുടെ നാരൊക്കെ കിട്ടിയെങ്കിൽ ഇതിൻ്റെ മേലൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ, ഒന്ന് തണുപ്പിനാൻ. ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ഒരു ഇത് മാത്രമാണ്, മഴക്കാലത്തൊന്നും അത് ചെയ്യരുത്. അപ്പോൾ വേര് ജസ്റ്റ് ഒരു തണുപ്പിന്, കാരണം വേണ്ടയ്ക്കാണെങ്കിലൊക്കെ വേരിന് നല്ല തണുപ്പ് വേണമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു കാറ്റുകാലം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്നെടുത്ത് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ പോട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പോട്ട് ചെയ്യണമെങ്കിൽ പോട്ട് ചെയ്യാം. ഞാനിത് എടുക്കാത്തത് എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ കരി ഇടാനുള്ളൊരു വലിപ്പമൊന്നുമില്ല, ഒരു ഉള്ളൊന്നുമില്ല, ആഴമില്ല. കണ്ടില്ലേ, ഇങ്ങനത്തെ കിട്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഇതുപോലെ ഇതിൽ ലോക്ക് ചെയ്തിട്ട് ഹാങ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ അത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എനിക്കൊന്നും ഓരോരുത്തർക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർക്ക് അവരുടെ കംഫർട്ടിനനുസരിച്ചിട്ട്. ചിലർക്ക് വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലെങ്കിൽ, ഇപ്പോൾ വേണ്ടൊക്കെ പോട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് പ്ലാന്റൊക്കെ വളർത്തിയിട്ട് വെക്കാൻ സ്ഥലമില്ലാതെ പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനത്തെയൊക്കെ പോട്ടിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഹോൾസിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ വേര് ഇറക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഇതുപോലത്തെ കമ്പി ഉണ്ടാവും, ആ കമ്പിയും കൊണ്ടൊന്ന് ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാം. കാരണം ആ വേര് കൊണ്ട് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് സാധാരണ നമ്മൾ സീഡ്ലിങ്സ് പോട്ട് ചെയ്യേണ്ടത് അങ്ങനെയാണ്.
പിന്നെ നമുക്ക് ഇതിന്ന് വേണമെങ്കിൽ ഒന്ന് ഹാങ് ചെയ്തിട്ട് വെക്കാം. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതല്ല നിങ്ങൾക്ക് ഇതാണ് നല്ലത് വെച്ചാൽ ഇതും നിങ്ങൾക്ക് ഹാങ് ചെയ്യാം. ഇതിൽ ലോക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് സ്ഥലമില്ലെങ്കിൽ ഇതും ഹാങ് ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഇളകില്ല, പിന്നെ അത്രയും കരി അതിന് കിട്ടും. അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാൻ പറഞ്ഞത്. പിന്നെയൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് എല്ലാതും, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടല്ലോ ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്ന് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോയിലൊക്കെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അതൊക്കെ ചെയ്തിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഏതായാലും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.